ഇതാണ് നിങ്ങളുടെ യൂണിറ്റിക്ക് അടിസ്ഥാനം അല്ലേ? അതെ അതെ, ഇത് 100 കുടുംബങ്ങൾ ഒന്നുചേരുന്ന ഒരു അസോസിയേഷനാണ്. അപ്പൊ അതില് 10 ഗ്രൂപ്പുകളായിട്ട് മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന മ്യൂസിക് ലവേഴ്സ്. അപ്പൊ ഈ മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന 10 ഗ്രൂപ്പുകളെ എവിടെ നിന്നാണ് കണ്ടെത്തിയത് സിന്ധുവിനെന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഇവർ ഫേസ്ബുക്കിലൂടെയാണ് ഇതിന് തുടക്കം കുറിച്ചതെന്നാണ് എന്റെ ഒരു അറിവ്. അങ്ങനെയായിരുന്നു? ഫേസ്ബുക്കിലൂടെ ഉണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ വ്യത്യസ്ത സംഘടനകളെ കൊണ്ട് ഓരോ സംഘടനകളെ കോൺടാക്ട് ചെയ്തിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇനി ആ സംഘടനകൾക്കൊന്ന് മ്യൂസീഷ്യൻസ് ഉണ്ട്, എല്ലാം നിങ്ങളുടെ കൂടെ വന്നാൽ മതി എന്നുള്ള അങ്ങനെ ഒരു ധാരണയില്ല. ഇതെന്താന്ന് വെച്ചാല് ഏതാനും മാസങ്ങൾക്ക് മുൻപ് രാഗയുടെ ഒരു ആനുവൽ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ശരിക്കും പറഞ്ഞാല് ഞാൻ അല്ല ഒരു സെക്കൻഡ് രാഗയും സംഗീതവുമായിട്ട് ബന്ധമെന്ന് പറഞ്ഞു. രാഗയിൽ പങ്കെടുക്കേണ്ട കാര്യം സംഗീതം ആസ്വദിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അവർ അന്ന് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാരായിരുന്നു? അപ്പൊ സിന്ധു അല്ലാതെ വേറെ ആരെ വിളിച്ചു അവിടെ? മൊത്തം സംഗീതം അറിയുന്ന ആളുടെ ഇടയിൽ വരെ സംഗീതം അറിയാത്ത ആള് വരുമ്പോൾ ഒരു പ്രത്യേക അതെ നിങ്ങൾക്കൊക്കെ കളിയാക്കി ചിരിക്കുക ഒരാള്, അത് കൊള്ളാം, നല്ല ഐഡിയ. സീനിയർ മാധ്യമ പ്രവർത്തകനായ ശശീന്ദ്രൻ ചേട്ടനും ഒപ്പം തന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തകയായ സിന്ധുവുമാണ് അവരുടെ ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ആ ഒരു ഇവന്റ് ധന്യമായി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അധികം താങ്ക്സ് നോട്ടുകൾ കുറെ അത് നമ്മളെല്ലാവർക്കും ഒരു ഫോർമാലിറ്റി ആയിട്ട് അയക്കുമല്ലോ. അപ്പോ ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോ ഈ സമയത്ത് പോലും ഇത്രയും ആളുകളോട് നിൽക്കുന്നു. എക്സാക്ട്ലി, ഈ സമയത്ത് ഇത്രയധികം ആൾക്കാർ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് രാഗം മ്യൂസിക്കൽ യൂസ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? 1.5 വർഷം. ഒരു വർഷം നമ്മൾ ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. അന്നത്തെ ഇവന്റിനല്ലേ 27-ാം തീയതിയാണ് ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷം. അപ്പൊ അന്ന് ഏത് ഇവന്റിനാണ് അപ്പം സിന്ധു ആനിവേഴ്സറിക്ക് വന്നതല്ലേ ഇപ്പൊ നേരത്തെ പെടുന്നത്? 6 മാസത്തെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ അത്യാവശ്യം അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്ക് ചെന്നിട്ടുണ്ട്. അല്ല ഷാബുനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിമ്മിയെ വിളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതല്ല, ഷാബുനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സിന്ധുവിനെ വിളിക്കാം, കുഴപ്പമില്ല. ഷാബുനെ ആയിരിക്കും സായൊക്കെ അറിയാൻ തോന്നുന്നു സിന്ധുവിന്. മറ്റൊരു കാര്യം എന്താണെന്നറിയാം, ഈ സമയം എത്രയായിപ്പോ? 3:15. ഈ സമയത്ത് ഫസ്ലൂനെയാണ് തോന്നുന്നു. എന്താന്ന് വെച്ചാല് അവിടെ കാറ്റഗറിയിലുള്ള കോntest നടന്നു മാത്രമല്ല, ആ പാർട്ടിസിപ്പൻസ് നടത്തിയ പ്രിപ്പറേഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചത്. അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും അതെന്തായിരുന്നു അവിടെ നടത്തിയ ഞെട്ടിക്കുന്ന പ്രകടനം? സമൂഹ ഗാന ഗ്രൂപ്പ് സോങ് കോമ്പറ്റീഷൻ ആയിരുന്നു. യൂണിവേഴ്സിറ്റിയൊക്കെ കാണുന്ന പോലെ 10 ഗ്രൂപ്പുകൾ അണിയിരുന്നു കൊണ്ടുള്ള, അതായത് ഈവൻ ഇൻക്ലൂഡിംഗ് ഡ്രസ് കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 10 അതായിരുന്നു അതിന്റെ പ്രധാന ഐറ്റം. അത് തന്നെയായിരുന്നോ? തീർച്ചയായും. അതായത് ഒരു സംഘഗാനം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ തിരുവാതിരക്കളിയും എല്ലാ ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള എല്ലാം കളർകോഡഡ് ആയിരുന്നു അല്ലേ? പക്ഷെ എന്താന്ന് വെച്ചാല് ഓരോരുത്തരും അവരവരെ ഏത് തീമില് ബേസ് ചെയ്തിട്ടാണോ പാട്ടുകൾ പാടുന്നത് ആ തീമിന് അനുസൃതമായിട്ട് വസ്ത്രധാരണത്തിലും ശ്രദ്ധിച്ചിരുന്നു. ഒരു പക്ഷെ ഒരു കലോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പോകുന്ന ഒരു നമുക്ക് അവിടെ നിന്ന് കിട്ടി. പ്രത്യേകിച്ച് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക്, അതായത് ഇപ്പൊ എന്താന്ന് വെച്ചാല് കൊച്ചുകുട്ടികൾക്ക് പോലും ഇവിടെ അത്ര കാര്യമായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഒന്നും കിട്ടുന്നില്ല അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കാനായിട്ട്. പക്ഷെ ഇത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് പോലും വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ അവിടെ നോട്ടീസ് ചെയ്തത്. തീർച്ചയായും അതാണ് അല്ലെ, ഒരു കലാപരമായി ഇവർ തമ്മിലുള്ള മത്സരങ്ങൾ, ആ മത്സരങ്ങളിലൂടെ സൗഹൃദങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ നല്ല കലാപരമായി കഴിവുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളതാണ്. മെമ്പേഴ്സ് മാത്രം നമ്മളൊരു ഈവന്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 100 ഫാമിലിയും കലാകാരന്മാരും ആയതുകൊണ്ട് നമുക്കൊരു ഈവന്റ് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാവരും ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ബുദ്ധിമുട്ട്. വെളിയിൽ നിന്ന് വേറെ ആളെ വിളിക്കണ്ട, ആരും വിളിക്കുന്നില്ല. അതാണ് നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. ആരും വിളിക്കാതെ തന്നെ. പക്ഷെ വെളിയിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാരാണെങ്കിൽ സംഗീതമായിട്ട് ബന്ധം ഉണ്ടാവാനും നിർബന്ധമുണ്ട്. ഇപ്പൊ അത്യാവശ്യം സംഗീതവുമായി ബന്ധമുണ്ടെങ്കിൽ ഇതിന് അതിന്റെ ഭാഗമാവാവുന്നതാണ്. ഞാനിതുവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അത്യാവശ്യം സംഗീതവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള സംഗീത ബന്ധം, അത്യാവശ്യം ഒരു ഇവന്റിലൊക്കെ അവതരിപ്പിക്കാൻ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം, സംഗീതമായിട്ടുള്ള ബന്ധം എന്താണെന്നൊന്നും പറഞ്ഞിരുന്നത്. ഈ തരത്തിലാണ് ഡെഫിനേഷൻ. പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 58 മണിക്കൂറോളം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്തരത്തിലേ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും, നമുക്ക്
അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 6 മണിക്കൂർ മിനിമം ഒരു 6 മണിക്കൂർ ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. തീർച്ചയായും താങ്കളോട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 അറിയാലോ, നമുക്ക് ഈ 50 സെക്കൻഡിന്റെ ഒരു ദൈർഘ്യത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഓരോ തവണയും ഖണ്ഡിക്കേണ്ടി വന്നതും ഓരോ തവണയും സിന്ധുവിനെ ഞാൻ നോക്കി ചൂണ്ടിക്കാണിക്കുന്നത് സിന്ധു എന്തെങ്കിലും പറയണം എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല, അതാണ് ഇതിന്റെ നിയമം. ആ നിയമാവലി അനുസരിച്ച് താങ്കളോട് അത്തരത്തിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു സംഗീത സംഘടനയുടെ അല്ലെങ്കിൽ സംഗീത സംഘടനകളുടെ കൂട്ടായ്മയുടെ ഒരു മെമ്പറാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിനിധിയാണ് താങ്കൾ. അത്തരത്തിലുള്ള സംഗീത സംഘടനകൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള സംഗീത സംഘടനകൾ പോഷിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും ഇത് തന്നെയാണിത്. കാരണം അത് കല എന്നുള്ളത് ശരിക്കും എല്ലാവരുടെയും മനസ്സിൽ ഉറഞ്ഞു കിടക്കുന്ന ഒരു ഇതാണ്, ഒരു ഫീലിംഗ് ആണ് ആക്ച്വലി. അത് ഒരു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ അനുവദിക്കാത്തത് കൊണ്ട് മാത്രം അത് വളർച്ച മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇത്തരത്തില് ചിലരെങ്കിലും ഒരു തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരം എന്താ പറയുക ടാലന്റ് ഉള്ളവരുടെ ടാലൻസ് എക്സിബിറ്റ് ചെയ്യാനും അത് വളർത്തിയെടുക്കാനും ഒരു പ്രോപ്പർ ആയിട്ടൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു ഫോർ ജോയിനിങ് us. വെരി മച്ച്. അപ്പോ എല്ലാവിധ ആശംസകളും. അപ്പൊ യുഎയിൽ മാത്രമല്ല ലോകം മുഴുവനുള്ള മലയാളികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു കൗണ്ട് ഡൗൺ പോലെ തന്നെ നമ്മുടെ വലിയൊരു അതാണ് നമ്മളെ ഇപ്പോഴും പേടിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഇത് എല്ലാവരും കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ആഘോഷത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്ര വളരെ സുഖകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇപ്പോ രാഗയുടെ ആണല്ലേ പ്രസിഡന്റ് ആണെങ്കിലും ഒന്ന് ആലോചിച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത്രയും നേരം ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അല്ല, എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. താങ്കളെ പോലുള്ള പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു സംഘടന, വളരെ വ്യത്യസ്തമായ ഒരു സംഘടനയുടെ പ്രതിനിധി ഇതിൽ പങ്കെടുത്തത് ഇറ്റ്സ് അവർ പ്രിവിലേജ് ആസ് വെൽ. ഒരു വേൾഡ് റെക്കോർഡിലേക്ക് കടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരാളിനെ നമ്മളോടൊപ്പം കിട്ടിയതിൽ നമ്മൾ വളരെയേറെ സന്തോഷിക്കും. ഇപ്പൊ ദുബൈയിൽ മാത്രമല്ല UAE-ലുടനീളം മറ്റ് 7 എമിറേറ്റുകളിലും രാഗ മ്യൂസിക്കൽ US എന്ന സംഘടന പടർന്ന് പന്തലിച്ച് സംഗീത സാന്ദ്രമാക്കട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. എല്ലാവരും സപ്പോർട്ടോടെ തീർച്ചയായിട്ടും അത് സാധിക്കട്ടെ. എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഹിറ്റ് 96.7 FM-ന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുള്ളത് ഉറപ്പുവരും. എപ്പോഴും നമുക്ക് സപ്പോർട്ടായിരുന്നു. ഇനിയും സപ്പോർട്ട് തുറന്നുണ്ടാവട്ടെ. ഇനിയും അത് അങ്ങനെ തന്നെ ഉണ്ടാവും, നോ ഡൗട്ട്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് ഗോ ഓൺ. അടുത്ത ഗാനം ഏതാണെന്ന് നോക്കാം.